ആര്യടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. CB അനുമോദ്, നമുക്ക് അങ്ങനെ വ്യക്തമായി ഉറപ്പിക്കാൻ കഴിഞ്ഞു അല്ലേ? അനുമോദ്, യെസ്, അനുമോദിലേക്ക് വരാം. ഏതായാലും ആര്യടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി എന്ന് വ്യക്തമായിരിക്കുന്നു. നേരത്തെ ആര്യടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലെ അതൃപ്തി പല ഘട്ടങ്ങളിൽ അൻവർ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് അതുമായി ഒരു സമവായ ചർച്ചകൾക്ക് വരെ നടത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് ഇതിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന തരത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. കോൺഗ്രസിന് ഒരു കൃത്യമായ ഒരു ധാരണയുണ്ട്, ആ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല. നിലമ്പൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു തർക്കവുമില്ല, ഒരു ഭിന്നാഭിപ്രായവുമില്ല എന്ന് VD സതീശൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥി എന്ന കൃത്യമായ വിവരം വരുന്നു. CB അനുമോദ് ഷൗക്കത്ത് തന്നെ നേരിടും അല്ലേ? മനു, നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്ത് തന്നെയാണെന്ന് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അന്തിമമായിട്ടുള്ള ഹൈക്കമാൻഡിന്റെ ഒരു വാർത്താക്കുറിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അയച്ച പട്ടികയിൽ ഷൗക്കത്തിന്റെ പേര് മാത്രമെന്ന് പറയുമ്പോൾ അത് നിലമ്പൂരിൽ ഇതുവരെ ഉണ്ടായിരുന്ന സസ്പെൻസുകൾക്കെല്ലാം ഒരു അവസാനം നൽകുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ നിരവധി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പല മേഖലകളിൽ നിന്നുണ്ടായി. PV അൻവറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, VSയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം, ഇപ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം അത് ഷൗക്കത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിലാണ്. നമുക്ക് കാണാം ഷൗക്കത്തിന്റെ അണികൾ, പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഒരുപാട് നേരമായി കാത്തിരിക്കൽ തുടങ്ങിയിട്ട് വളരെ ആശ്വാസമുണ്ട്. ഇനി പ്രഖ്യാപിച്ചാൽ മതി. അൻവറിന്റെ അൻവർ ഒരു തരത്തിൽ സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിക്കുന്നു, മറ്റു പല രാഷ്ട്രീയ നീക്കങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമാണെന്ന് കരുതിയിരുന്നു? ഇല്ല, അങ്ങനെയല്ല. അതൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇന്ന് UDFന് അതിനുള്ള കെൽപ്പുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രതിസന്ധി UDFനകത്തില്ല. സ്ഥാനാർത്ഥിയായിട്ട് അൻവറിന്റെ പേര് മാത്രമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അൻവറിന്റെ അല്ല, ഇപ്പോൾ നമുക്ക് AICCയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. ആഹ്ലാദ പ്രവർത്തനത്തിലാണ്. എല്ലാവരും സന്തോഷത്തിലുണ്ട്. അതിരാവിലെ തൊട്ട് പ്രവർത്തകർ 24 hours ഇവിടെ ഉണ്ട്. രാവിലെ 7 മണി തൊട്ട് മുഴുവൻ ആളുകളുണ്ട് ഇവിടെ. ഏത് സമയത്തും ആർക്കും വരാൻ പറ്റുന്ന ഒരു വീടാണത്. ഒരിക്കലും ഗേറ്റ് അടയ്ക്കാത്ത വീടാണ്. ആർക്കും എപ്പോഴും ഏത് സമയത്തും ഇവിടെ എത്താം. UDFനെ സംബന്ധിച്ചോളം UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ എല്ലാവർക്കും കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. LDFിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ഇപ്പോൾ. അതെ, 9 വർഷമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട മണ്ഡലം LDFിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. ഇനി നമുക്ക് 9 വർഷമായി നഷ്ടപ്പെട്ട മണ്ഡലത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും മറിച്ചു. ഇനി എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ നിലമ്പൂരിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഉള്ളൂ. അനുമോദ്, അവിടെ വാർത്തയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇങ്ങനെ ഒരു ഇല്ല, അത് നമ്മളെ നേതൃത്വം ശക്തമായിട്ടൊരു തീരുമാനം എടുക്കും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു എല്ലാവരും. നേതൃത്വത്തിന് ഇപ്പോൾ UDFൻ്റെതായ ഒരു സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനം വെച്ചിട്ട് UDF അതിന് ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു നമ്മളെല്ലാവരും. കാത്തിരുന്നൊരു വാർത്തയാണ് അല്ലേ? തീർച്ചയായും സ്ഥാനാർത്ഥിക്കല്ല നമ്മൾ പ്രാധാന്യം. ഇവിടെ UDF ഒറ്റക്കെട്ടാണ്. ഏത് കാലത്തും ഞങ്ങൾ ഒന്നിച്ചാണ്. ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു പ്രചാരണം പ്രവർത്തനങ്ങളും നടക്കും. ഈ മണ്ഡലം ഞങ്ങൾ വൻ ഭൂരിപക്ഷം തിരിച്ചു പിടിക്കും. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളൊക്കെ കേട്ടില്ല. തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ പ്രതീക്ഷ എത്രമാത്രമുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കേവലം ഒരു 10ഓളം വർഷമായി ഇവിടെ ഒരു MLAൻ്റെ സാന്നിധ്യം ഇല്ലാതായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഈ നിലമ്പൂർ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും UDFൻ്റെ പ്രവർത്തകർ 2 കൈയും നീട്ടി സ്വീകരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വീട് ഈ നിലമ്പൂരുകാർക്ക് എന്നും ഒരു ആശ്രയമാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എല്ലാ മേഖലയിലും ഈ വീട് ഒരു സംരക്ഷണമാണ്, ഒരു അത്താണിയാണ്. വീണ്ടും ഒരു MLA വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഒരുപാട് ആശ്വാസമുണ്ട്.
ഇപ്പോൾ ഞങ്ങളൊരു MLA ഇല്ലാത്തതിൻ്റെ ദാരിദ്ര്യം നിലമ്പൂർകാർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അല്ല, കാത്തിരിപ്പായിരുന്നു എങ്കിലും ഈ വാർത്ത ആയിരിക്കും, ഈ ഒരു അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ എത്തുന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം അദ്ദേഹമാണ് അതിനർഹൻ. കാരണം അദ്ദേഹത്തിന് എന്നെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞാൽ കുടുംബമായിട്ടും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ബന്ധമല്ല, ഈ പ്രദേശവാസിയാണ്. 1990 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന, അദ്ദേഹം വന്നതല്ല, ഞങ്ങൾ കൊണ്ടുവന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. LDFിൻ്റെ കണ്ണൂർ രാഷ്ട്രീയം ഇവരുടെ സാഹചര്യമാണ് 90 കാലഘട്ടത്തിൽ. അങ്ങനെ ഞങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് നല്ല നേതൃത്വം വേണം. ആ നേതൃത്വം അദ്ദേഹം ഈ 35 വർഷമായിട്ട് വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്ന ഇദ്ദേഹം തന്നെയാണ് പ്രസ്ഥാനത്തിൽ UDFിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിക്ക് അർഹനെന്ന് ഞങ്ങൾ വ്യക്തമായ ബോധ്യമുണ്ട്. UDF ഇവിടെ ശക്തമായ ഒരു തിരിച്ചുവരവ് ഒരുങ്ങി നിൽക്കുകയാണ് ജനങ്ങൾ, പ്രവർത്തകരും. ഇവിടെയൊക്കെ ഒരു ഗ്രൗണ്ട് വർക്ക്, ഒന്നാം ഘട്ടം ഗ്രൗണ്ട് വർക്ക് തന്നെ കഴിഞ്ഞു. ഇനി എന്താ വെച്ചാൽ ഇലക്ഷൻ ഇറങ്ങിയാൽ മതി. ഇടക്കാലത്ത് ചെറിയൊരു ഇടവേളുണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ പേരിൽ. ബാക്കി എല്ലാം റെഡിയാണ്. ഇവിടെ 100% അൻവറിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ശ്രമമൊക്കെ ചാനലുകാർ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ്? അദ്ദേഹം അവിടെ 100% വിജയിച്ചിരിക്കും. മനു, അതാണ് ഇവിടെ എത്തിച്ചേർന്ന അൻവർ CV അനുമോദ്, അതിലൊരു പ്രധാന കാര്യം, നേരത്തെ അൻവർ ആവശ്യപ്പെട്ടിരുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ്, ജോയുടെ പേര് ആണ് അൻവർ ഉന്നയിച്ചിരുന്നത്. പിന്നീട് അത് ചില സമവായ ചർച്ചകൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം, ജോയ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വളരെ ആത്മാർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിൽ ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങും എന്ന് ഉറപ്പിച്ച് കരുതാനാകുമോ? രാവിലെ PV അൻവറിന്റെ ആ ഒരു പ്രസ്താവന അത് ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കുകയും കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. പക്ഷേ എന്തിനാണെങ്കിലും ഷൗക്കത്തിന്റെ പിന്നിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തു. ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഷൗക്കത്തിന്റെ പ്രതികരണം ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. പ്രവർത്തകരുടെ ഇടയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഞാൻ CV അനുമോദിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്നോടൊപ്പം TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, കോൺഗ്രസിനകത്ത് ഐക്യമുണ്ട്, ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ രണ്ട് താല്പര്യങ്ങളുണ്ടായിരുന്നു. അൻവർ ഒരു പേര് മുന്നോട്ട് വെച്ചു, പക്ഷേ ആ പേരല്ല കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അൻവറിന് വശംവദനാകേണ്ട എന്ന് UDF തീരുമാനിച്ചോ, കോൺഗ്രസ് തീരുമാനിച്ചോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകുമോ? രണ്ട് ഒറ്റക്കെട്ട് എന്ന് പറയുന്ന കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒറ്റക്കെട്ടായി തന്നെ പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിയുമോ? തീർച്ചയായും മനു, വളരെ സുപ്രധാനമായ തീരുമാനമാണ്. കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന അല്ലെങ്കിൽ അവസാന ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നടന്നുകൊണ്ടിരുന്ന ആ യോഗത്തിലാണ് സുപ്രധാനമായി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കിയ രണ്ട് പ്രതിസന്ധികളായിരുന്നു. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിച്ചാൽ ജോയിയെ എങ്ങനെ അനുനയിപ്പിക്കും